ഒന്ന് ഇറങ്ങോ. പെൺകുട്ടികളെക്കാട്ടും കഷ്ടമാണല്ലോ നിങ്ങള്. അവരിപ്പോ ഓഡിറ്റോറിയത്തിലെത്തി. ഇറങ്ങിക്കേ. എന്റെ പൊന്നമ്മ ഇറങ്ങാം. എന്തോന്നിത്? ഇങ്ങനത്തെ ഇറക്കാണ് നിങ്ങൾ ഇറങ്ങുന്നെങ്കിൽ മുഹൂർത്തം കഴിയും. എന്ത്? ഒന്നുമില്ല, ഇറങ്ങാം, വൈകിക്കണ്ടെന്ന് പറയായിരുന്നു. എന്നാ നടക്കാം അങ്ങോട്ട്. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അഗ്നിസാക്ഷിയായി താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും. മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാളറി കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാളറി കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ. മക്കളെ, ഇങ്ങനെ എന്താ മമ്മി? പാല് നിങ്ങളിതെടുത്ത റൂമിലേക്ക് ചെല്ലും. പാലോ? അതെന്തിനാ? എന്തിനാന്നോ? ഫസ്റ്റ് നൈറ്റിന് പാലും ഉണ്ടല്ലേ റൂമിലേക്ക് പോവാ. അതൊക്കെ വേണം മമ്മി. പിന്നെ വേണ്ടാതെ എന്താണ് ഈ അമ്മ? ഓൾഡ് ലേഡീസിനെ പോലെ സംസാരിക്കല്ലേ മാതാശ്രീ? എന്താണിത്? നീ പാടെടുക്ക. മക്കൾ ഇതെടുത്തിട്ട് ചെന്നേ. ഗുഡ് നൈറ്റ്. വാ. പാല്. പാലോ? എന്തിന്? മമ്മി തന്നതാ.
എനിക്ക് ഈ സമയത്ത് പാല് കുടിക്കുന്ന ശീലമൊന്നുമില്ലല്ലോ. അതിന് ശീലമുണ്ടെന്ന് ആര് പറഞ്ഞു? ഇത് ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ വിട്ടതാ. ഓഹോ, എന്നിട്ട് നീ പകുതി ഞാൻ പകുതി കുടിക്കാനായിരിക്കും. അയ്യടാ, എന്താ പൂതി. നടക്കൂല മോനെ. വേറെ എടുത്ത് കുടിച്ച് കിടന്നു. ഞാൻ കിടക്കാം. എടി, എന്റെ വീട്ടിലോ? പിന്നെ എവിടെയാ? എന്റെ വീട്ടിലൊന്നും കിടക്കാൻ പറ്റില്ല. നിങ്ങളീ നിലത്തെ ഞാൻ കിടന്നു. ഓ പിന്നെ, അത് തന്റെ മറ്റുള്ളവരോട് പോയി പറ. നിലത്ത് കിടക്കാൻ എന്നെ കിട്ടും. ഇപ്പൊ പിന്നെ പറയുന്നത് കേട്ടാ മതി. ഇത് എന്റെ റൂമാണ്. ഇന്ന് മുതൽ ഇത് എന്റെ കൂടെ റൂമാണ്. അതുകൊണ്ട് അധികം ഡയലോഗ് അടിക്കാതെ കുഞ്ഞും കിടന്നുറങ്ങാൻ നോക്ക്. ഓ കോപ്പ്, ഇത് വലിയ കഷ്ടാണല്ലോ. അതെ, അഡ്വാൻറ്റേജ് എങ്ങാനും എടുക്കാൻ നോക്കി എന്റെ തനി കൊണം താൻ കാണും. ആ പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ. അഡ്വാൻറ്റേജ് വരും. ആൻഡ് ഇതിലും വലിയ തനിക്കൊന്നും ഇനിയുണ്ടോ? ഡോഡോ, മിണ്ടാതെ കിടന്നുറങ്ങിട്ട്. അതെ, പാല്. ഓ, ഈ പരിപാടിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അറിയില്ല, അമ്മ തന്നതാ. ഇന്ന് നിന്റെ നാവൊക്കെ എവിടെ പോയി? അല്ലെങ്കിൽ കണ്ടാ കടിച്ചു കീറാൻ വരുന്നതാണല്ലോ. എന്തപ്പം ഞാൻ അടി ഉണ്ടാക്കാത്തതായ കുഴപ്പം? തനിക്ക് വേറെ പടിയൊന്നുമില്ലേ? അടി ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ചതാണോ? ഡീഡി, എന്ത് ഡീഡി? മാറങ്ങോട്ട്. എങ്ങോട്ട്? എന്റെ ബെഡ് കിടക്കാൻ പറ്റില്ല. എന്താ തന്റെ വീട്ടിൽ മുള്ളുണ്ടോ? ഉഫ്, നിന്നെ എന്റെ ബെഡിൽ കിടത്തുന്ന പ്രശ്നമല്ല. വേണമെങ്കിൽ നിലത്തെ എങ്ങാനും കിടന്നു. നിലത്തോ? പറ്റില്ല. എന്നാ കിടക്കണ്ട. എന്റെ ബെഡിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ തന്റെ പ്രശ്നം? ഞാൻ ആ വീട്ടിൽ കിടന്ന എന്താ സ്വർണ്ണം തന്നെയല്ലോ. ആണെന്ന് കൂട്ടിക്കോ, നീ കിടക്കണ്ട, അത്ര തന്നെ. പറ്റില്ല, എനിക്ക് ബെഡിൽ കിടക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എന്റെ ബെഡിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചവിട്ടി ഞാൻ നിലത്ത് പറഞ്ഞേക്കാം. അതെ മിസ്റ്റർ, തന്റെ റൂമിലുള്ള സാധനങ്ങളെ ഇതുവരെ താത്ത എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇനി മുതൽ അത് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം ഇത് എന്റെ കൂടെ റൂമാണ് ഇന്നു മുതൽ. അതിന് നീ എന്ത് വരാ? കൂടുതൽ ഭാര്യ സമയമൊന്നും നിൽക്കണ്ട. നിന്നെ ജന്മം ഞാൻ ഇവിടെ കാണാൻ പോയിട്ടില്ല. അല്ലേലും എനിക്കതിന്റെ ആവശ്യമില്ല. മാറി ഇങ്ങോട്ടാ നീ? ബെഡ് കിടക്കാൻ താൻ ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് കാണണല്ലോ. പറഞ്ഞ കേൾക്കാൻ അറിയാം. ഉറങ്ങിയോ? സ്റ്റോൺ തപ്പാൻ ഇന്ന് തന്നെ തുടങ്ങണ്ടേ? ഇനി വൈകിക്കണോ? ഞാൻ അതിനോട് യോജിക്കുന്നു. ഇനി കളയാൻ സമയമില്ല. ഇന്ന് എന്നെ അന്വേഷിച്ചു തുടങ്ങണം. പക്ഷേ എവിടെയെന്ന് വെച്ചാ ഏട്ടാ? അതെ, എവിടെ നിന്ന് അന്വേഷിച്ചു തുടങ്ങും? അതാലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. വലിയ ബുക്കാണെന്നല്ലേ പറഞ്ഞേ? ഏതെങ്കിലും ലൈബ്രറി ചെന്ന് നോക്കിയാലോ? യു ആർ കറക്റ്റ്. ലൈബ്രറിയിൽ നോക്കണം. ബട്ട് അതൊരു മാജിക്കൽ ബുക്ക് ആയതുകൊണ്ട് നോർമൽ ലൈബ്രറി അല്ല, മാജിക്കൽ ലൈബ്രറി തന്നെ പോകണം. അതിന് ഇവിടെ അങ്ങനെ ഒരു ലൈബ്രറി? ഭൂമിയിൽ ആകെ മാജിക്കുള്ളത് ആ കാട്ടിലല്ലേ? അതെ, അപ്പൊ നമ്മൾ തിരയുന്ന ലൈബ്രറിയും സ്പെല്ലും ആ കാട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകും. എന്നാ സമയം കളയണ്ട, കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഇവിടെ ഇപ്പോ എവിടെയെന്ന് വെച്ചാ? അതറിയായിരുന്നു, തപ്പാൻ വരുമായിരുന്നോ? പോയി എടുത്താ പോരെ? എന്താ ഇവള് ഒന്ന് അടി ഉണ്ടാക്കാതെ നിക്കൂ നിങ്ങള്? എവിടെ പോയാലും ഉണ്ടാവും. ഉണ്ടല്ലേ, പറയുന്ന കേൾക്ക. എല്ലാവരും ഒരുമിച്ച് അന്വേഷിച്ചാൽ ഒന്നും നടക്കില്ല. സോ 2 ഗ്രൂപ്പായി പിരിയാം. എന്നിട്ട് ഓരോ ദിശയിൽ പോയി നോക്കാം. ആരൊക്കെ ടീം? ഞാനും ഹനയും ശ്രേയയും എബിയും ചിന്നും പോവാം. ബാക്കിയുള്ളവരുടെ ടീം. ഓക്കെ ഏട്ടാ, നമുക്ക് ആ വഴി പോവാം. ഇനി സമയം കളയണ്ട. ലിസൺ, തിരിച്ചു വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവണം. എത്ര ദൂരം പോയാലും ഇവിടെ തന്നെ ഈ വലിയ കല്ല് വെക്കാം. ദാ കേട്ടോ, ഈ വലിയ മരവും. ഓക്കെ, ഓണ വഴിക്ക് മാർക്ക് ചെയ്തു. വഴി തെറ്റണ്ട. അതെ, എന്നാ ചെന്നോ. അതെ, ശ്രദ്ധിച്ച് നടക്കണേ, പാമ്പൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കറിയാം, നീ കൂടുതൽ പഠിപ്പിക്കണ്ട. എന്താ അപ്പൊ നിനക്ക്? അവള് ശ്രദ്ധിക്കാൻ പറഞ്ഞതല്ലേ? എന്താ ഇങ്ങനെ ഒരുമാതിരി? എന്താ നിനക്ക്? ഞാൻ അവളെയല്ലേ പറഞ്ഞത്. നീ എന്തിനാ ഇങ്ങനെ പറയണേ?
അവള് നിന്റെ ഭാര്യ ഇപ്പൊ. അതിന് എൻ്റെ അല്ലേ, എൻ്റെ അല്ലല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. എന്റെ പൊന്നപ്പു, മോനെ ബാക്കി വീട്ടിന്ന്. ഈ അച്ചു ആ വെറുതെ. അച്ചു, നീ മിണ്ടാതെ നിക്ക്. ഉഫ്. എടാ ഈ ബുക്ക് ഇങ്ങനെ വെറുതെ കാട്ടിലിരിക്കുവോ? വല്ല മരത്തിന്റെ പൊത്തിലാണെങ്കിലോ? പൊത്തിലോ? പറമ്പോ വല്ലതുണ്ടാവും. ഉള്ള പൊത്തിലൊക്കെ കൈയിട്ടിട്ട് ബുക്കിന് പകരം കട്ടിയാവും കിട്ടുക. ഉഫ്, ഈ ചെറുക്കം പേടിപ്പിക്കാം. കോപ്പ്, ഞാനില്ലേ കളിക്ക്. ഇതെങ്ങനെ പോയാലും എന്താ ഇവിടെ തന്നെ എത്തുന്നേ? ഇതിപ്പോ മാർക്കൊന്നും ചെയ്യേണ്ടില്ലായിരുന്നു. എങ്ങനെ പോയാലും ഇവിടെ തന്നെ എത്തുക. എന്നിട്ട് നിങ്ങൾ മാർക്ക് വാ ഇവിടെ ഇരിക്കാം, അവരിങ്ങോട്ട് തന്നെ വരുമല്ലോ. ഇതിപ്പോ മൂന്നാമത്തെ വട്ടാ. ഇതും അങ്ങോട്ട് തന്നെയാ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തത് കാണുന്നുണ്ടല്ലോ. നല്ല കാര്യം, ആ സ്ഥലത്ത് തന്നെ എത്തി. ദേ, അവരും ഉണ്ടല്ലോ. ഇനി അവർക്ക് കിട്ടിക്കാണോ? വാ ചോദിക്കാം. എടാ നിങ്ങൾ വന്നോ? സാധനം കിട്ടിയോ? അവനക്ക് കിട്ടി. വന്നോടെ തന്നെ എത്താം. കോപ്പ്. ആ കല്ലിവിടെ പോയി. ഏത് കല്ല്? ഇപ്പൊ അച്ചു എറിഞ്ഞില്ലേ അത്? ആ ഞാനും കണ്ടില്ല. മരത്തിൽ തട്ടി അതിന്റെ ഉള്ളിലേക്ക് പോയോ? ആ, ചിലപ്പോ അതിന്റെ ഉള്ളിലെങ്ങാനും ഒരു സ്പേസ് ഉണ്ടല്ലോ. ആണോ? എന്നാ വാ പോയി നോക്കാം. ഒലക്ക, ഇവക്ക് പ്രാന്താണ്. അത് കേൾക്കാൻ നീയും. എന്താണ് നിന്റെ ബുദ്ധിയും കൂടെ പോയോ? ഏയ്, ആ സമയത്ത് തള്ളിക്കളയാൻ പറ്റില്ല. വാ പോയി നോക്കാം. എന്തത് ഇവളെ കണ്ട എല്ലാവർക്കും ഭ്രാന്തായോ? വാ. ഷി വാസ് റൈറ്റ്. ഒരു ലൈബ്രറി അല്ലേ ഇത്? ഉറപ്പായും സ്പെല്ലപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും.